16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം അതിന്റെ ഭാഗമായിട്ട് നയപ്രഖ്യാപനം വന്നു. നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്, അന്ന് UDFകാർ പ്രചരണ സമയത്ത് കൊണ്ടുവന്ന ഒരു സാധനമുണ്ട്, 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസ് പദ്ധതിയെ പറ്റിയിട്ടും ഈ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇതെങ്ങനെയായിരിക്കും നടത്താൻ പോകുന്നത്? ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഇപ്പോഴും സാധാരണക്കാർക്കിടയിലും മൊത്തത്തിലുണ്ട്. ഈ ആശയക്കുഴപ്പം ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. കാരണം ഇതിനു മുൻപ് KM മാണി ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്തായിരുന്നു കാരുണ്യ എന്ന് പറയുന്നൊരു പദ്ധതി, അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് കാരുണ്യ എന്ന് പറയുന്ന ചികിത്സാ പദ്ധതി കൊണ്ടുവരുന്നു. സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സൗജന്യം ഏർപ്പെടുത്തുന്ന, പിന്നെ ലോട്ടറിയൊക്കെ അതിൻ്റെ പേരിൽ തുടങ്ങി. ഈ കാരുണ്യ ലോട്ടറി എന്ന് പറയുന്ന ലോട്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഇവർക്ക് ചികിത്സാ ഫണ്ടിലേക്ക് മാറ്റുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ഒരു വിവിധ ഉദ്ദേശ പദ്ധതിയായിരുന്നു. അപ്പം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അശരണർക്കും ആലംബഹീനർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു മുഖ്യമന്ത്രി, ജനകീയ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പേര് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതിൻ്റെ പലർക്കും ഗുണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫോർമാലിറ്റീസ് കൂടുതലാണെങ്കിലും കാരുണ്യ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയുടെ ഗുണം പലർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ തുകയൊന്നും ഇല്ലെങ്കിൽ തന്നെയും അത്യാവശ്യം അവർക്ക് അവരുടെ ചികിത്സാ കാര്യങ്ങൾക്ക് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ഉമ്മൻചാണ്ടിയെ വിറ്റ് കാശാക്കുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പം ചാണ്ടി ഉമ്മൻ അടക്കമുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പോൾ ചാണ്ടി ഉമ്മൻ നല്ല കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ വിറ്റ് കാശാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ രീതി എന്നുള്ള നിലയിലാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതായത് നമ്മളുടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മണിക്കൂറാണ് ഗോൾഡൻ അവേഴ്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ചികിത്സ ലഭ്യമാക്കണം. അതായത് ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരാൾ ചെല്ലുകയാണെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ആക്സിഡൻറ്റ് പറ്റി ഒരാൾ ചെല്ലുന്ന സമയത്ത് അയാളുടെ ചികിത്സ എത്രയും വേഗത്തിൽ, ഇപ്പോൾ ആ സർജറി എമർജൻസി സർജറി വേണമെങ്കിൽ അങ്ങനെ, അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ വേണമെങ്കിൽ അങ്ങനെ തുടങ്ങി പെട്ടെന്ന് ഒരാൾ ആക്സിഡൻറ്റ് പറ്റി കഴിയുമ്പോൾ ഈ പറയുന്ന വീട്ടുകാരുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നില്ല, ബന്ധുക്കളുടെ പൈസ ഉണ്ടാവണമെന്നില്ല, കൊണ്ടുചെല്ലുന്ന ആളുടെ കയ്യിൽ, ഇപ്പോൾ മീൻസ് റോഡിൽ വെച്ചിട്ടാണെങ്കിൽ റോഡിൽ ഒരാൾ എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ പൈസ കാണണമെന്നില്ല. അപ്പോൾ പക്ഷേ അയാളുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈഫ് സേവർ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ആദ്യത്തെ 5 ദിവസത്തെ ചികിത്സ അത് എത്ര രൂപയാണെന്ന് വെച്ചാലും അത് എല്ലാ സർക്കാർ ആശുപത്രികളിലും അതോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ചില സ്വകാര്യ ആശുപത്രികളിലും ഈ ഒരു പദ്ധതി ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലായിടവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു പദ്ധതി തന്നെയാണ്. കാര്യം വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ് കെയർ അവർക്ക് വളരെ വേഗം അവർക്ക് അതിന് വേണ്ട ചികിത്സകൾ വളരെ ഒരു മുൻകൂർ പണം അടയ്ക്കാതെ തന്നെ ലഭ്യമാക്കുന്ന ഒരു ചികിത്സാ സംവിധാനം നമ്മുടെ കേരളത്തിൽ തുടങ്ങിയിരുന്നു. അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇതൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു ചികിത്സാ രീതികളെക്കുറിച്ച് പുറം ലോകത്ത് എത്ര പേർക്ക് അറിയാം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നും ആക്സിഡൻറ്റ് പറ്റി 5 ദിവസത്തേക്ക് 5 ദിവസത്തെ ചികിത്സ, ഒരു ദിവസത്തെ അല്ല 5 ദിവസത്തെ ചികിത്സ ഫ്രീ ആയിരിക്കും. അത് സർക്കാരാണ് ഫണ്ട് ചെയ്യുന്നത്. എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വകാര്യ ആശുപത്രി ആണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപ വന്നാലും ആ സർക്കാർ ഫണ്ട് ചെയ്യുന്ന ഒരു പൊതുരീതി അത് കൊണ്ടുവന്നു. പിന്നെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്, കാര്യം അവിടെ ലൈഫ് സേവിങ് ആണ് നോക്കുന്നത്, അയാളുടെ ജീവൻ രക്ഷിച്ചെടുക്കുക. അപ്പോൾ ഇത് ഈ പറയുന്ന അതൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളാണ്. അതിൻ്റെ ഇടയിലാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെ ജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം വിട്ടുമാറിയിട്ടില്ല. ഇതെങ്ങനെ നടപ്പിലാക്കണം? കാരണം ഇതിൻ്റെ അല്ലെങ്കിൽ പ്രീമിയം അടയ്ക്കണം. ഇപ്പോൾ ഏതൊരു ഇൻഷുറൻസിനാണെങ്കിലും നമുക്കറിയാം, ഹെൽത്ത് ഇൻഷുറൻസിന് സംബന്ധിച്ച് നമുക്ക് പ്രീമിയം അടയ്ക്കണം. ആ പ്രീമിയം നമുക്കറിയാം നല്ല ഇയർലി വരുന്നത് 10,000 മിനിമം കൊടുക്കേണ്ടി വരും. ഒരു 10,000 രൂപ നമ്മൾ ഇയർലി മിനിമം അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചികിത്സാ കവറേജ് കിട്ടും. അത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാകുന്ന ഏതൊരു രോഗത്തിനും ഇൻപേഷ്യൻ്റ് ആയിട്ട് അഡ്മിറ്റായി അവിടെയും ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുമ്പോൾ നമ്മുടെ ആ തുക ക്യാഷ്ലെസ് ആയിട്ട്, അത് ഇൻഷുറൻസിൽ നിന്ന് തന്നെ ക്യാഷ്ലെസ് ആയിട്ട് പോകുന്ന ഒരു രീതി നമ്മുടെ എല്ലായിടത്തും ഉണ്ട്. വലിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ അതൊക്കെ വലിയ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. എന്താണ് ആശയക്കുഴപ്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. അതായത് പണമുള്ളവനെന്നും പണമില്ലാത്തവനും എന്ന് പറയുന്ന 2 കാറ്റഗറി നമ്മുടെ കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. അപ്പോൾ ഇതിൽ വരുന്ന ഈ 3 കാറ്റഗറിയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കിട്ടുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം.
അതായത് ഇനിയും എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുമാനം ഒരു ഘടകമാക്കിക്കൊണ്ടായിരിക്കുമോ ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഇപ്പം 1,00,000 രൂപ മാസം ശമ്പളം മേടിക്കുന്ന ഒരാൾക്ക് അയാളുടെ കുടുംബത്തിന് ഈ പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി നാട്ടിൽ കൂലിപ്പണിക്ക് പോകുന്ന ദിവസം 1,000, 1,500 അല്ല 1,200 രൂപ കൂലി മേടിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലഭിക്കുമോ? അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഇവരിൽ ആർക്കൊക്കെ ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു പ്രശ്നം. വർഷം എത്ര രൂപയായിരിക്കും ഇതിനു വേണ്ടിയിട്ട് പ്രീമിയം അടയ്ക്കേണ്ടി വരിക? ഇപ്പം നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാർ അധികാരം ഒഴിയുന്നവരെ ഇത് ചിലപ്പോൾ തട്ടിമുട്ടി കൊണ്ടുപോകായിരിക്കും. അപ്പോൾ ഒരു 5 വർഷം പ്രീമിയം ഉണ്ട്. ഒന്നുകിൽ ഇത് ഒറ്റത്തവണയായിട്ട് 5 വർഷത്തെ പ്രീമിയം അവർ ക്ലോസ് ചെയ്യണം. ആ ഒരു സർക്കാരിൻ്റെ കാലാവധി തീരുന്നതിന് മുൻപ് വരെയുള്ള പ്രീമിയം ക്ലോസ് ചെയ്യണം. ഇനി അതല്ല, ഇയർലി അടയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര കോടി രൂപ വേണ്ടി വരും? ഏകദേശം ഇന്ന് നിലയ്ക്ക് നമ്മുടെ ഈ സെൻസസ് പ്രകാരമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 700-ലധികം കുടുംബങ്ങൾ, നിയർ 800 ലക്ഷം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. 800 ലക്ഷം കുടുംബങ്ങളുണ്ട്. അപ്പം ഈ പറയുന്ന കുടുംബങ്ങളെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം പിന്നെ ഈ കുടുംബങ്ങൾ, അതായത് നമുക്ക് അറിയാവുന്ന 3 കോടിയിലധികം ആൾക്കാർ വരുന്നുണ്ട്. ഈ കുടുംബങ്ങളെല്ലാം എങ്ങനെ ഇവർ കാറ്റഗറൈസ് ചെയ്യും? ഈ എല്ലാ കുടുംബങ്ങൾക്കും കൂടി എത്ര രൂപ പ്രീമിയം വരും? അപ്പം ഇത് എങ്ങനെ ഈ പ്രീമിയത്തെ അറേഞ്ച് ചെയ്യും? ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം ഓരോ കുടുംബത്തിന് വേണ്ടി പിന്നെ 78 വരുന്ന ആൾക്കാർ ഈ പറയുന്ന ഈ കുടുംബങ്ങൾക്കനുസരിച്ചിട്ട് എത്ര രൂപ ഒരു കുടുംബത്തിന് പ്രീമിയം അടയ്ക്കേണ്ടി വരും? അതനുസരിച്ച് ഇത്രയും കുടുംബങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രീമിയം അടയ്ക്കുമോ? ഇതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ ഖജനാവിന് എത്ര കോടി രൂപ ഇനി അധികപ്പറ്റി കണ്ടെത്തേണ്ടി വരും എന്നുള്ളതും വേറൊരു ചോദ്യമാണ്. അല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറയുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു വാക്കാലെടുത്ത് വെച്ചൊരു വാക്ക് പറഞ്ഞ് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റേ അല്ല ഈ ഇൻഷുറൻസ് പദ്ധതി. പിന്നെ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പരമാവധി എത്ര ലക്ഷം രൂപയുടെ ചിലവ് ഒരു വർഷം? ഒരു സാധാരണക്കാരൻ, അല്ല പിന്നെ സർക്കാർ ആശുപത്രിയിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എത്ര ലക്ഷം രൂപയുടെ ചിലവ് വരും? അത് വേറൊരു കാര്യം. അപ്പം ഇവിടെ ഈ ആരോഗ്യ ഇൻഷുറൻസ് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് ശരിക്കും ആരെന്നറിയാം? സ്വകാര്യ ആശുപത്രികളാണ്. ഇവിടെ പൊതുമേഖലാ ആശുപത്രികൾ അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾക്ക് അത് വലിയ തട്ടുകേടുണ്ടാക്കും. 25 ലക്ഷം രൂപ ഇൻഷുറൻസ് ഉള്ള ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഇൻഷുർഡ് ആണ്, 25 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർഡ് ആണെങ്കിൽ എനിക്കൊരു പനി വന്നാൽ ഞാൻ പോകുന്നത് എവിടെയായിട്ടായിരിക്കും? ഇൻഷുറൻസ് കിട്ടുന്ന ആശുപത്രിയിലേക്കായിരിക്കും. കാര്യം എനിക്കൊരു പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് 2 ദിവസം ബെഡ് റെസ്റ്റ് കിട്ടുമോ? കാരണം എന്താ, എനിക്ക് 2 ദിവസം അവിടെ സുഖചികിത്സ, അവർക്ക് എന്നെ പരിചരിക്കാൻ നഴ്സുമാർ, അറ്റൻഡർമാർ, ഇവരും എല്ലാവരും ഉണ്ട്. ഡോക്ടർ വന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ഒന്ന് സാറെന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് കടന്നു പോകുന്നു. ഭക്ഷണം 3 നേരം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു ബില്ല് ഈ എൻ്റെ പറയുന്ന ഇൻഷുറൻസ് ക്ലെയിം വരും. അപ്പൊ ഞാൻ എങ്ങോട്ടാ പോവാ? ഞാൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഒരു 10 പേർക്ക് അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കും? സ്വകാര്യ ആശുപത്രികൾക്ക് മേൽക്കൈ ഉണ്ടാവും. സ്വകാര്യ ആശുപത്രികൾ വെച്ചടി കയറി പോവും. അതിനനുസരിച്ച് നമ്മുടെ പിന്നെ ഇവിടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ മുരളീധരൻ ചേട്ടന് വകുപ്പില്ലാവും അല്ലെ? ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പിന്നെന്താ പണി? കാര്യം സ്വകാര്യ ആശുപത്രികളിലേക്ക് കൈകടത്താൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കൊണ്ട് ഇപ്പൊ പാങ്ങില്ല. അവിടെ കയറി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. കാരണം അതാണ്. അതിനല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന കോവിഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നിട്ട് അതിനൊരു പ്രോട്ടോകോൾ പറഞ്ഞു. ഇപ്പം നിലവിൽ പ്രോട്ടോകോളൊന്നും നമുക്കവിടെ പാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് ഗുണം കിട്ടും. അവർക്ക് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ഇവർക്ക് പണം വന്ന് മറിയും. നമ്മുടെ സർക്കാർ ആശുപത്രികൾ നിർജീവാവസ്ഥയിലേക്ക് പതിയെ പോയി തുടങ്ങും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലേക്ക് വേണ്ടി മാത്രമായി ഈ മരുന്ന് കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചത്. അപ്പോൾ അതിനുള്ള നന്ദി കാണിക്കണം. അതിനുള്ള നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ പ്രീമിയം ഇൻഷുറൻസിൻ്റെ കാര്യം വരുന്നത്. ശരിക്കും ഈ പറയുന്ന എല്ലാ കുടുംബങ്ങളും ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് അടയ്ക്കുന്നവർ ഏറ്റെടുക്കുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ വേറെ വലിയ മാഫിയകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇത് നമ്മൾ പറയുന്നിടത്തൊന്നും അവസാനിക്കുന്ന കാര്യമൊന്നുമില്ല. സാധാരണക്കാർ എവിടേക്ക് പോകും? സാധാരണക്കാർ ഈ പറയുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. തീർത്തും സാധാരണക്കാർ ഇതിനകത്തേക്ക് ഉൾപ്പെടും. അപ്പോൾ അവർക്ക് ഈ സ്വകാര്യ ആശുപത്രിയുടെ പളവളപ്പം ഇതൊക്കെ ഈ പിന്നെ സർക്കാർ ആശുപത്രി പോയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ വേറൊരു ലെവലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വേറെ മാഫിയകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. മീൻസ് ഇപ്പോൾ അവയവ കച്ചവടം അതുപോലുള്ള പല മാഫിയകളും പല ആശുപത്രികൾ ഇതിനു വേണ്ടി
സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സാധാരണക്കാർക്ക് അറിയില്ല. അവർക്ക് അവിടുന്ന് പിന്നെ ഇത്രയും പൈസ മുടക്കി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു രോഗി നാളെ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രി പോയിട്ട് എനിക്ക് ഇവിടെ ഒരു വേദന, എനിക്ക് ഇവിടെ എന്തെങ്കിലും മുറിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആരും പോവില്ല. അതിന് വരെയുള്ള പോസിബിലിറ്റീസ് നമ്മുടെ ഈ സ്വകാര്യ ആശുപത്രികൾ വഴി തുറക്കുന്നുണ്ട്. ഒന്നാമത് തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പല ആശുപത്രികളിലും ഈ രീതിയിൽ പലതും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു രോഗി അതിനകത്ത് ഡെഡായി കഴിഞ്ഞാൽ സാധാരണക്കാർ എത്ര പേരൊരു സ്വകാര്യ ആശുപത്രി പോയി പ്രശ്നം ഉണ്ടാക്കും? നമുക്കറിയില്ല. നമുക്ക് ഈ പറയുന്ന പോലെ ഒരു പിന്നെ സർക്കാർ ആശുപത്രി കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന പോലെ അവിടെ ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അതിനകത്ത് ഇവിടെ മെഡിക്കൽ സൂപ്രണ്ടിനോട് വേണമെന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കാര്യം ചോദിക്കാം, എന്താ സംഭവിച്ചത്, അന്വേഷണം നടത്താൻ ഉത്തരവിടാം. ഇതിലെന്ത് ആരോട് എന്ത് ചോദിക്കും? അവരിറക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനാണ്. അവരിറക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനനുസരിച്ച് രോഗിക്ക് ഇന്ന രോഗം ഉണ്ടായിരുന്നു, ആള് ഇത് സർവൈവ് ചെയ്യില്ല, കഴിഞ്ഞില്ലേ, കാര്യങ്ങൾ കഴിയുന്നു അവിടെ. അപ്പം ഇത് ആ തരത്തിലുള്ള, അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് എല്ലാവരും പേടിപ്പിക്കുകയൊന്നുമല്ല. ഇത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ രീതിയിലേക്ക് നമ്മുടെ ചികിത്സകൾ പൂർണ്ണമായി, സാധാരണക്കാരൻ്റെ ചികിത്സകൾ പൂർണ്ണമായും ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തിച്ചേരുമ്പോൾ, സ്വകാര്യ ആശുപത്രി എന്ന് പറയുന്ന ഈ ഒന്നും കാണാഞ്ഞിട്ടല്ല അമേരിക്കൻ കമ്പനികൾ പോലും നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് 100 കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നും കാണാവുന്നതല്ല. വെറുതെ പ്രാന്തുണ്ടോ? കേരളത്തിൽ അത്ര ആൾക്കാർ ഒരു മാസം പിന്നെ ചികിത്സയ്ക്ക് എത്തുന്നുണ്ടോ? അപ്പോൾ ഇത് വെറുതെ ഒന്നും കാണാതെ ഇത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നൊന്നുമല്ല. ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഈ കാരണങ്ങൾ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഇത് വേറൊരു തലത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം മാറുന്നതിന് കൂടി ഇത്തരം വിഷയങ്ങളുണ്ടാകും. കാരണം സാധാരണക്കാർക്ക് നമുക്കറിയാം നമ്മുടെ കേരളം അതിദാരിദ്ര്യമുക്തമായിട്ടേ ഉള്ളൂ, ദാരിദ്ര്യമുക്തമായിട്ടില്ല. അപ്പം ദരിദ്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും. ഈ അതിദാരിദ്ര്യക്കാർ ദരിദ്രന്മാരായി മാറി. അപ്പോൾ അവരിലേക്കും ഈ പറയുന്ന ചികിത്സയുടെ കാര്യങ്ങൾ കിട്ടിത്തുടങ്ങുമ്പോൾ പലർക്കും ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പലതരത്തിൽ, അതായത് അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ പോകുന്നത് മൂലം ഉണ്ടാകുന്ന ബ്രെയിൻ ഡെത്തുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ കാര്യം ഇവിടെ ഒരു വലിയ മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതകളും ഈ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സംജാതമാകാനുള്ള സാധ്യതകൾ വരും ഭാവിയിൽ ഉണ്ടാകാനാണ്. അതുകൂടെ കാണേണ്ടി വരും. പിന്നെ തന്നെയല്ല, ഇത് ഈ പറയുന്ന പോലെ ഒന്ന് പ്രീമിയത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാ കുടുംബങ്ങൾക്കും ഇത് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഇനിയും ഇവർ വെച്ചിരിക്കുന്ന ആശുപത്രികൾക്ക് എവിടെയെങ്കിലും മീൻസ് ഇത് വർക്ക് ചെയ്യുന്ന ആശുപത്രികൾ ഏതൊക്കെ ക്ലയൻറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരാണ്, പ്രൊവൈഡേഴ്സാണ് ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വരുന്നത്, അവരും കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിൻ്റെ പിന്നാലെയുള്ള പോക്കൊക്കെ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. നടപ്പിലാക്കി ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിന് ഇനി 100 വള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരും ഇതിൻ്റെ പിന്നാലെ പോവില്ല. പിന്നെ ഇത് നമ്മുടെ സർക്കാർ ആശുപത്രികളെ ഈ ഇൻഷുറൻസ് എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കുറേയധികം ആശങ്കകൾ നമ്മുടെ സാധാരണക്കാർക്കിടയിലുണ്ട്. അത്തരം ആശങ്കകൾ പരിഹരിക്കുക കൂടി വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.